ഇന്ത്യ മുന്നണി മഹാസഖ്യത്തിന് 100-ൽ താഴെയാണ് പല മുന്നണികളും പ്രവചിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ അവർ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ജൻസ്വരാജ് പാർട്ടിക്ക് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. പ്രത്യേകിച്ച് തുടക്കം വന്ന ചില സർവേകളിൽ നിതീഷ് കുമാർ, തേജസ്വി യാദവ്, അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ആരാവണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ പ്രശാന്ത് കിഷോറിന്റെ പേരാണ് ഉയർന്നു കേട്ടത്. അന്ന് അദ്ദേഹത്തിന് 23% ജനപിന്തുണ ഉണ്ടായിരുന്നു. ആ ജനപിന്തുണ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇതിനെ വോട്ടാക്കി മാറ്റുവാൻ എന്തായാലും ജൻസ്വരാജ് പാർട്ടിക്ക് അതിന്റെ സംഘടനാ സംവിധാനം ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ചില സർവേകൾ മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. അത് ഈ ജൻസ്വരാജ് പാർട്ടിയുണ്ട്, ഒവൈസിയുടെ പാർട്ടിയുണ്ട്. ഒവൈസിയുടെ പാർട്ടി നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിയെ, മഹാസഖ്യത്തെ, ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തിയത് ഇവരായിരുന്നു, ഒവൈസിയുടെ പാർട്ടിയായിരുന്നു. അതിനെതിരെ പിന്നീട് കോൺഗ്രസ് രംഗത്ത് വന്നു. ഇത് BJPയുടെ ബി ടീമാണെന്ന് രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നെങ്കിലും പിന്നീടെല്ലാം നമുക്കറിയാം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ ആ ജനകീയ മുഖമുണ്ട്. നിതീഷ് കുമാറിന്റെ ജനകീയ മുഖവും BJPയുടെ സംഘടനാ സംവിധാനവും ചേർന്നാണ് അവർക്ക്